ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ RRB ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വന്നു. ഇനി നമ്മുടെ മുന്നിൽ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ എക്സാമിന് പോകുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ എക്സാമിന് തീർച്ചയായിട്ടും നമുക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ടൈം, സ്പീഡ്, ഡിസ്റ്റൻസ്, അതിൽ നിന്ന് എന്തായാലും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയി ഈ വീഡിയോ കാണാം എക്സാമിന് പോകുന്നതിന് മുന്നേ. ഓക്കെ, സോ ടൈം, സ്പീഡ്, ഡിസ്റ്റൻസ് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആയിരിക്കാം ചിലപ്പോൾ ടൈം, സ്പീഡ്, ഡിസ്റ്റൻസ്. പക്ഷേ സിമ്പിളാണ്. ഇതിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ട കാര്യം സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അതാണ് നമ്മൾ പഠിക്കാനുള്ളത്. സോ അത് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ യൂണിറ്റ് കൺവേർഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഓക്കെ, സോ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വരാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് നോക്കുന്നത്. അതായത് പ്രീവിയസ് ഇപ്പോൾ കഴിഞ്ഞ എക്സാംസിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ്. സോ നന്നായിട്ട് നോക്കുക നിങ്ങൾ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. A bus covers 90 km in 3 hours ആണ്. If the speed of the bus is increased by 5 km per hour, find the time taken by to cover the distance 70 km. അപ്പോൾ എന്താണ് ചോദിക്കുന്നത്? വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. NTPC അണ്ടർ ഗ്രാജുവേറ്റിന് ഇപ്പോൾ കഴിഞ്ഞ ഒരു എക്സാം ഉണ്ടായിരുന്നു, അതിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒരു ബസ് 3 മണിക്കൂറിൽ 90 km ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടുന്ന് ആ ബസ്സിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും. ബസ്സിന്റെ വേഗത 5 കിലോമീറ്റർ കൂട്ടിയാൽ വർദ്ധിപ്പിച്ചാൽ നമുക്ക് 70 കിലോമീറ്റർ എത്ര സമയം കൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യം തന്നെ നമുക്ക് നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, ഈ സംഭവം ഒന്ന് ഓർത്തിരിക്കണം. ഓക്കെ, ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ട കാര്യം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 90 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ 3 മണിക്കൂർ എടുത്തു. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസിൻ്റെയൊക്കെ യൂണിറ്റ് ആണ് ആദ്യം ശ്രദ്ധിക്കണം. കിലോമീറ്റർ ഉണ്ട്, അതുപോലെ അവർ ഉണ്ട്. സോ നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത് കിലോമീറ്റർ പെർ അവറിൽ കിട്ടും. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 90, സ്പീഡ് എന്ന് പറയുന്നത് ടൈം എന്ന് പറയുന്നത് 3. സോ ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സ്പീഡ് എന്ന് പറയുന്നത് 30 കിലോമീറ്റർ പെർ അവർ ആണെന്ന് കിട്ടും. ഓക്കെ, സോ ഇതാണ് നമുക്ക് സ്പീഡ് കിട്ടുക. ഇനി ഈ സ്പീഡ് വെച്ചിട്ട്, ഈ സ്പീഡല്ല നോക്കിയേ, 5 കിലോമീറ്റർ പെർ അവർ സ്പീഡ് ഇതിനേക്കാളും കൂട്ടുന്നു, വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്നു. 30 ഉള്ളത് 35 ആക്കുന്നു, 35 ആക്കുന്നു. ആ 35 വെച്ചിട്ട് 70 കിലോമീറ്റർ എത്ര സമയം കൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റും? സോ 70 കിലോമീറ്റർ, 35 സ്പീഡ്. സോ 2 മണിക്കൂർ കൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റുമല്ലോ, 2 hours. സിമ്പിളായിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ചെയ്യാൻ പറ്റുന്ന ഇതാണ്. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് സ്പീഡ് അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, 70 കിലോമീറ്റർ പോകാൻ എത്ര സമയം എടുക്കുന്നു എന്ന് ചോദിച്ചാൽ 70 കിലോമീറ്റർ പോകാനുള്ള സ്പീഡ് നമുക്ക് ആവശ്യമുണ്ട്. സ്പീഡ് നമ്മൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വെച്ച് കണ്ടുപിടിക്കുന്നു. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഓർത്ത് വെക്കുക. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ വിട്ടുകളയരുത്, എന്തായാലും ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ഇവിടെ 2 person A and B. അപ്പോൾ ഇതും ഇപ്പോൾ കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്, ടെക്നീഷ്യൻ്റെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2 person A and B started from the same point. 2 പേരും ഒരേ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ആരൊക്കെയാണ് നോക്കിയാൽ ഞാൻ അവിടെ വേണമെങ്കിൽ വരക്കാം, എയും ബിയും. എന്നിട്ട് പറയുന്നു A walks at 5 km per hour ആണ്. ആഫ്റ്റർ T hours, സമയം തന്നിട്ടില്ല, എത്രയോ T hours കൊണ്ട് ആഫ്റ്റർ T hours B started chasing. ഓക്കെ, B started and catch A after 2 hours. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ A എന്ന് പറയുന്നത് T hours ട്രാവൽ ചെയ്തു. അതായത് T hoursന് ശേഷം A ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി, T hoursന് ശേഷമാണ് B സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ A എന്ന് പറയുന്നത് T hours ട്രാവൽ ചെയ്തു. എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും? Aൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് നോക്കിയാൽ 5 Aൻ്റെ സ്പീഡ് 5 കിലോമീറ്റർ പെർ അവർ. എത്ര സമയം ട്രാവൽ ചെയ്തു? T സമയം ട്രാവൽ ചെയ്തു. സോ 5 ഇൻറ്റു, അതായത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്പീഡ് ഇൻറ്റു ടൈം ചെയ്യും. ഇവിടെ നോക്കിയേ, 5 എന്ന് പറയുന്നത് സ്പീഡാണ്. എത്ര സമയം ട്രാവൽ ചെയ്തു? T സമയം. സോ 5T എന്ന സമയം, 5T എന്ന ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തതിന് ശേഷമാണ് B ട്രാവൽ ചെയ്യാൻ തുടങ്ങുന്നത്. എന്നിട്ട് B 2 മണിക്കൂർ കൊണ്ട് ആരെ ക്യാച്ച് ചെയ്തു? Aനെ ക്യാച്ച് ചെയ്തു. നോക്കിയാൽ പറയുന്നത് ക്യാച്ചസ് A ആഫ്റ്റർ 2 hours. അപ്പോൾ B എന്ന് പറയുന്നത് 2 മണിക്കൂർ കൊണ്ട് A ചിലപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ Bയും അവിടെ 2 മണിക്കൂർ കൊണ്ട് എത്തി. ഹിസ് ഓൺ വാക്കിംഗ്. സോ B സ്പീഡ് എന്ന് പറയുന്നത് 8 കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പോൾ 8 കിലോമീറ്റർ പെർ അവറിൽ 2 മണിക്കൂർ ട്രാവൽ ചെയ്യുമ്പോൾ B എവിടെ എത്തി? ഇവിടെ ഈ പോയിന്റിലെത്തി. 2 പേരും 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് B സ്റ്റാർട്ട് ചെയ്തിട്ട് 2 മണിക്കൂർ കൊണ്ട് Aൻ്റെ അടുത്ത് എത്തിയെന്നാണ് പറയുന്നത്. സോ 8 × 2 ചെയ്താൽ എത്ര കിലോമീറ്റർ? 16 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെയും ഇതും 2 മണിക്കൂർ കൊണ്ടാണ് ട്രാവൽ ചെയ്തത്. എത്രയാണ് അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്? 5 ആണ്. 2 മണിക്കൂർ കൊണ്ട് എത്രയാ? 10. 5 × 2
10 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ഓക്കെ, സോ നമ്മളോട് ചോദിച്ചില്ലേ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ടീൻ്റെ വാല്യൂ ആണ് ചോദിച്ചത്. ടീൻ്റെ വാല്യൂ എന്തായിരിക്കും? ടീൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ ഇത് 10 കിലോമീറ്റർ ആണ്, ഇവിടുന്ന് ഇവിടത്തേക്ക് 16 കിലോമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇതെന്ന് പറയുന്നത് 6 കിലോമീറ്റർ ആയിരിക്കുന്നു. അതായത് എ ഇന്ന് ഇവിടം വരെ 6 കിലോമീറ്റർ ആയിരിക്കും. എന്തുകൊണ്ടാണ്? അതായത് ടോട്ടൽ 16, പിന്നെ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് നമുക്ക് എത്രയാണ്? 10. സോ ബാക്കി 6 ആയിരിക്കും. അപ്പോൾ 5t എന്ന് പറയുന്ന ഡിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. 5t എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. സോ ടീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6/5 1.2 hours 2 ആണ്, 1.2 ആണ് കിട്ടുക. ഓക്കെ, സോ എന്താണ്? ഓപ്ഷൻ ബി ആണ് നമുക്ക് കിട്ടിയത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് ആ കോമൺ സെൻസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ അത് ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, ടെക്നീഷ്യൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പം ഇങ്ങനെയാണ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അത്രയും നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബൈക്ക് ക്യാൻ ഫിനിഷ് എ സർട്ടൻ ഡിസ്റ്റൻസ് 6 hours അറ്റ് സ്പീഡ് ഓഫ് എത്രയാണ്? ഒരു ഡിസ്റ്റൻസ് 6 മണിക്കൂറിൽ 6 മണിക്കൂർ കൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റും, 92 കിലോമീറ്റർ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് 92 കിലോമീറ്റർ 6 മണിക്കൂർ കൊണ്ട് ട്രാവൽ ചെയ്യാം. ഇൻ ഓർഡർ ടു കവർ ദ സെയിം ഡിസ്റ്റൻസ് 3 hours കൊണ്ട് ട്രാവൽ ചെയ്യണമെങ്കിൽ സ്പീഡ് എത്ര കൂട്ടണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ടിലും ഡിസ്റ്റൻസ് സെയിം അല്ലേ? ആദ്യത്തെ ഡിസ്റ്റൻസ് നോക്കിയേ, 6 മണിക്കൂർ കൊണ്ട് 92 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ട്. സോ ഡിസ്റ്റൻസ് എത്രയായിരിക്കും നോക്കിയേ? 92 × 6 ചെയ്താൽ ഡിസ്റ്റൻസ് ആയില്ലേ? ഓക്കെ, സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ ഡിസ്റ്റൻസ് ആയി. രണ്ടാമത്തതിൽ നോക്കിയേ 3 മണിക്കൂർ കൊണ്ട് ട്രാവൽ ചെയ്യണം. അപ്പോൾ നമുക്ക് രണ്ടാമത്തേൽ സ്പീഡ് അറിയില്ല, നമ്മൾ സ്പീഡിന് എസ് എന്ന് കൊടുത്തു. രണ്ടാമത്തേൽ സ്പീഡ് ഇൻറ്റു എത്ര മണിക്കൂറാണ്? സ്പീഡ് എസ് എന്ന് നമ്മൾ കൊടുത്തു, ഇൻറ്റു എത്ര മണിക്കൂർ കൊണ്ട് ട്രാവൽ ചെയ്യണം? 3. സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ ഡിസ്റ്റൻസ് ആയി. ഓക്കെ, ആദ്യത്തെ ഡിസ്റ്റൻസും ഈക്വൽ ആണ്. ഇനി ഇവിടുന്ന് എന്താ ഇത് കണ്ടുപിടിച്ചാൽ പോരെ? നോക്കിയേ, ഇതും 2 കിട്ടി. സോ പുതിയ സ്പീഡ് എന്ന് പറയുന്നത് 92 × 2 ആണ്. ഇതാണ് പുതിയ സ്പീഡ് എന്ന് പറയുന്നത്. സോ ന്യൂ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇനീഷ്യലി നമ്മുടെ സ്പീഡ് എത്രയായിരുന്നു? 92 ആണ്. ഇപ്പോൾ 92 × 2 ആണ്. സോ എത്ര ഇൻക്രീസ് ചെയ്യണം? 92 ഉള്ളത് 92 × 2. സോ 92 കൂടെ കൂട്ടണം. സോ 92 ഇൻക്രീസ് ചെയ്യണം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, NTPC ഗ്രാജുവേറ്റ് ലെവലിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ അല്ലേ? അതായത് ആദ്യം 92 ഉണ്ട്, ഇപ്പോൾ 92 × 2. സോ 92 കൂടുതൽ സ്പീഡ് കൂട്ടണം. സോ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ പറയുന്നത് 2 കാറുകളുടെ വേഗതയുടെ അനുപാതം എന്ന് പറയുന്നത്, അതായത് സ്പീഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 5:7 ആണ്. വേഗതയേറിയ കാർ 2 മണിക്കൂറിൽ 140 കിലോമീറ്റർ ദൂരത്തിൽ സഞ്ചരിക്കുന്നു. അതേ സമയം കൊണ്ട് വേഗത കുറഞ്ഞ കാർ എത്ര ദൂരം സഞ്ചരിക്കും? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? എന്താണ് ഇവിടെ നമുക്ക് രണ്ടിൻ്റെയും സ്പീഡിൻ്റെ റേഷ്യോ തന്നു. എന്താണ്? 5:7 എന്ന് പറയുന്ന റേഷ്യോ ആണ് രണ്ടിൻ്റെയും സ്പീഡ്. അതായത് ഇത് S1 അല്ലെങ്കിൽ S2 അങ്ങനെ കൊടുക്കാം. രണ്ടാമത്തെ വേഗത കൂടിയത് ഏതാ? 7 ഉള്ളത്. ആ വേഗത കൂടിയ കാർ എന്ന് പറയുന്നത് 2 മണിക്കൂർ കൊണ്ട് 140 കിലോമീറ്റർ ട്രാവൽ ചെയ്യും. അപ്പോൾ അതിൻ്റെ സ്പീഡ് എന്താണ്? 2 മണിക്കൂർ 140 കിലോമീറ്റർ. സോ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? 140 / 2 ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്താൽ 70 അല്ലേ? 70 km/h ആണ് അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. സോ 7 യൂണിറ്റിൻ്റെ വാല്യൂ 70. അപ്പോൾ 5 യൂണിറ്റിൻ്റെ വാല്യൂ 50. സോ നമ്മളോട് ചോദിച്ചാൽ എന്താണ്? ഹൗ മച്ച് ഡിസ്റ്റൻസ് വിൽ സ്ലോവർ കാർ കവർ ഇൻ ദ സെയിം ടൈം? എത്രയാ ടൈം എന്ന് പറയുന്നത്? 2 മണിക്കൂറല്ലേ? 2 മണിക്കൂർ കൊണ്ട് ഈ സ്ലോവർ കാർ എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്യും? സ്പീഡ് എന്ന് പറയുന്നത് 50 ആണ്. 50 × 2 സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ ഡിസ്റ്റൻസ് ആയില്ലേ? 100 കിലോമീറ്റർ ട്രാവൽ ചെയ്യും. ഓക്കെ, സോ ഓപ്ഷൻ ഏതാണ്? സി ആണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ പെണ്ണെടുത്ത് ചെയ്യേണ്ട ഇതുപോലും ഇല്ല. അണ്ടർ ഗ്രാജുവേറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒന്നും വിട്ടുകളയരുത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് വരുന്നത്. സോ എക്സ്പെക്ട് ചെയ്യാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ എ കാർ ട്രാവൽസ് ഫോർ 180 കിലോമീറ്റർ അറ്റ് എ സ്പീഡ് ഓഫ് 60 km/h ആൻഡ് ദെൻ റിട്ടേൺ അലോങ് ദ സെയിം റൂട്ടാണ്. അത് 45 km/h. സോ ബൈ ഹൗ മെനി മിനിറ്റ് ഈസ് ദ റിട്ടേൺ ജേർണി ലോങ്ങർ ദാൻ ഓൺവേർഡ് ജേർണി? സോ അങ്ങോട്ട് പോയതും ഇങ്ങോട്ടും തമ്മിലുള്ളത് ഡിസ്റ്റൻസ് എത്ര മിനിറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. സോ എങ്ങനെ ഫൈൻഡ് ചെയ്യാം നമുക്ക്? അതായത് കാർ ട്രാവൽസ് ഫോർ 180 കിലോമീറ്റർ. സോ കാർ ട്രാവൽ ചെയ്യുന്നത് 180 കിലോമീറ്റർ ആണ് എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ,
സോ സ്പീഡ് ഓഫ് 60 ട്രാവൽ ചെയ്തു. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും ടൈം എത്ര എടുക്കും? അതായത് 180 കിലോമീറ്റർ എന്ന് പറയുന്നത് 60 സ്പീഡിൽ ട്രാവൽ ചെയ്താൽ 3 മണിക്കൂർ എടുക്കും. 3 hours എടുത്തു അങ്ങോട്ട് പോകുമ്പോൾ. അല്ലെങ്കിൽ നമുക്ക് എന്താ T1 എന്ന് പറയുന്നത്, നമുക്ക് ഇങ്ങോട്ടാണ് T1. ടൈം എടുത്തത് എത്രയാണ്? 3 മണിക്കൂർ. തിരിച്ചു വരുമ്പോൾ നോക്കിയേ, തിരിച്ചു വരുമ്പോൾ ആണെങ്കിൽ 45 കിലോമീറ്റർ പെർ അവർ. നോക്കിയേ, സ്പീഡ് എന്ന് പറയുന്നത് തിരിച്ചു വരുന്ന റൂട്ട് 45 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. സോ 180 സെയിം ഡിസ്റ്റൻസ് ആണ്, ഡിവൈഡ് ബൈ 45 ചെയ്താൽ എത്ര കിട്ടും? 4 hours അല്ലേ കിട്ടുക? 4 hours. ഇതാണ് T2. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്? ബൈ ഹൗ മെനി മിനിറ്റ് ഇറ്റ് ദ റിട്ടേൺ ജേർണി ലോങ്ങർ ദാൻ ഓൺവേർഡ് ജേർണി. റിട്ടേൺ 4 മണിക്കൂർ, അങ്ങോട്ട് പോയത് എത്രയാണ്? 3 മണിക്കൂർ. സോ എന്താ, 1 മണിക്കൂറിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അതായത് 60 മിനിറ്റ്. 1 അവറിൻ്റെ ഡിഫറൻസ് ആണ് 60 മിനിറ്റ്. ഓപ്ഷൻ ഡി. ഓക്കെ, ഇതും സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇത് ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് ഇയർ ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇത് ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതും എ കാർ സ്പീഡ് ഡിക്രീസസ് ബൈ 20% എവറി അവർ. അപ്പം ഇത് കാണുമ്പോൾ എല്ലാവരും എന്താ ഡൗട്ടാവും, ഇത് ചെയ്യാൻ പറ്റുമോ? നോക്കി, എന്താ പറയുന്നത്? ഓരോ മണിക്കൂറിലും 20% കുറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇതുവരെ ചെയ്തതിനേക്കാളും കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് കവേഴ്സ് എ സെർട്ടൻ ഡിസ്റ്റൻസ് 4 hours. അപ്പം 4 മണിക്കൂർ കൊണ്ട് ഓരോ മണിക്കൂറിലും 20% എന്താ റിഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എത്രയാണ്? 4 മണിക്കൂർ ട്രാവൽ ചെയ്തു. ഹൗ മച്ച് ടൈം വുഡ് ഇറ്റ് ടേക്ക് ടു കവർ ദ സെയിം ഡിസ്റ്റൻസ്? അപ്പോൾ എത്രയോ ഡിസ്റ്റൻസ്, 4 മണിക്കൂർ കൊണ്ട് എത്രയോ ഡിസ്റ്റൻസ് എത്തി. ആ സെയിം ഡിസ്റ്റൻസ് ഒറിജിനൽ സ്പീഡ് കൊണ്ട് കവർ ചെയ്യാൻ എത്ര ടൈം എടുക്കും എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ ചെയ്യാം? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 20%. നിങ്ങൾ പെർസെൻറ്റേജിൽ പഠിച്ചിട്ടുണ്ടാവും. 20% എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഇപ്പോൾ 5 ഉണ്ടെങ്കിൽ അതായത് 1/5, 5 ഉണ്ടെങ്കിൽ 1 കുറയും, അങ്ങനെയാണ് പറയുന്നത്. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, സപ്പോസ് ഇപ്പം നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത് 5 ആണെന്ന് വിചാരിക്കാം. 5x ആണ്. സപ്പോസ് നമ്മുടെ സ്പീഡ് 5x ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴത്തെ സ്പീഡ് എന്ന് പറയുന്നത് 5x. ഓരോ മണിക്കൂറിലും 20% കുറയുന്നു എന്ന് പറയുന്നു. സോ ഫസ്റ്റത്തെ മണിക്കൂറിൽ നമ്മുടെ സ്പീഡ് 5x കൊണ്ട് എത്ര 1 മണിക്കൂർ ട്രാവൽ ചെയ്യും? സോ ഡിസ്റ്റൻസ് എന്താണ്? സ്പീഡ് 5x ഇൻറ്റു 1 മണിക്കൂർ. 1 മണിക്കൂറിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കിട്ടി. പ്ലസ് രണ്ടാമത്തെ മണിക്കൂറിൽ എത്രയായി കുറഞ്ഞു? 5 ഉള്ളത് 4 കുറയുന്ന എന്നാണ് പറയുന്നത്. അതായത് 20% എന്ന് വെച്ചാൽ എന്താ? 5 ഉള്ളത് 1 കുറഞ്ഞു 4. സോ അടുത്ത മണിക്കൂറിൽ 4x ആയിരിക്കും സ്പീഡ്. 1 മണിക്കൂർ ട്രാവൽ ചെയ്തു ഇൻറ്റു 1. സോ ഡിസ്റ്റൻസ് കിട്ടി. പ്ലസ് മൂന്നാമത്തെ മണിക്കൂറിൽ എന്താണ്? വീണ്ടും ഇതിൻ്റെ 20% കുറയുന്നു. സോ 4xൻ്റെ 20% കുറഞ്ഞാൽ 4x അതിൻ്റെ 4xൻ്റെ 20% കുറഞ്ഞു. എന്താണ്? 80% മാത്രമായി. സോ എന്താണ് 80%? അല്ലെങ്കിൽ നമുക്ക് എന്താ 8/10, 4/5. അതായത് 1/5 കുറഞ്ഞിട്ട് നമുക്കിതാ 4xൻ്റെ 4/5 മാത്രമേ ഉണ്ടാവും. സോ 4 × 4 16. സോ /2. സോ 3.5 3.2 ആണ് x ആണ് ഉണ്ടാവുക അടുത്ത സ്പീഡ്. സോ ഇൻറ്റു 1 1 മണിക്കൂർ. എഗെയിൻ അടുത്ത മിനിറ്റിൽ നമുക്കെന്താ ഇതിൻ്റെ 3.2 × 4/5 ഫൈൻഡ് ചെയ്യണം. സോ എന്ത് കിട്ടും? 4/5 ഫൈൻഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2.56. ഓക്കെ, സോ 4 മണിക്കൂർ ഇൻറ്റു 1 ചെയ്താൽ വീണ്ടും ആ മണിക്കൂറിൽ ട്രാവൽ ചെയ്ത്. അപ്പോൾ ഇത് കുറച്ച് കാൽക്കുലേറ്റീവ് ആണ്. നോക്കിയേ, ആദ്യത്തെ മണിക്കൂറിലെ ഡിസ്റ്റൻസ്, രണ്ടാമത്തെ മണിക്കൂറിലെ ഡിസ്റ്റൻസ്, മൂന്നാമത്തെ 4ാമത്തെ മണിക്കൂർ. അങ്ങനെ 4 മണിക്കൂറിലുള്ള ഡിസ്റ്റൻസ് നമുക്കിത് കൂട്ടി നോക്കിയാൽ എന്ത് കിട്ടും? 9 9 5 14. സോ 14.76. സോ 14.76x ആണ് ഡിസ്റ്റൻസ് വരുന്നത്, ടോട്ടൽ ഡിസ്റ്റൻസ്. ഇതൊക്കെ ഞാൻ ആഡ് ചെയ്തു, ടോട്ടൽ ഡിസ്റ്റൻസ് വരുന്നത്. ഇതേ ഡിസ്റ്റൻസ് നമ്മളെന്താ നമ്മുടെ യൂഷ്വൽ സ്പീഡ്, ഒറിജിനൽ സ്പീഡ് കൊണ്ട് എത്ര ടൈം എടുക്കുന്നതാണ് ചോദിക്കുന്നത്. സോ എന്താ ഒറിജിനൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5x ആണ്. ഇൻറ്റു ടൈം ചെയ്താൽ നമുക്കിത് ഡിസ്റ്റൻസ് കിട്ടും. ഇവിടെ ഞാൻ എന്ത് കണ്ടുപിടിച്ചു? ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ഇവിടെ സ്പീഡ് എന്ന് പറയുന്നത് 5x ആണ് ഒറിജിനൽ സ്പീഡ്. ഇൻറ്റു എത്രയോ ടൈം നമുക്കറിയില്ല, ഈ ടൈമാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സിമ്പിൾ അല്ലേ? എന്ത് ചെയ്യാം? ഈ എക്സും ക്യാൻസലായി. ബാക്കി ടൈം എന്ന് പറയുന്നത് എന്ത് കിട്ടും? 14.76 ഡിവൈഡ് ബൈ 5 ചെയ്താൽ ആൻസറായി. 14.76/5 ചെയ്താൽ നമുക്ക് എത്ര? 2 ടൈംസ് ഫുള്ളായിട്ട് കിട്ടും. എന്തായാലും 2.9 അടുത്താണ് വരുന്നത്. പക്ഷേ 2.9 അടുത്ത് 2 വാല്യൂ ഉണ്ട്. സോ ഏതാ കിട്ടുക? 2.9
പിന്നെ എത്ര 4 വന്നു. 4 വന്നാൽ നമുക്ക് എന്ത് കിട്ടും? 4 7. സോ 9. അഗൈൻ 9 വന്നു. പിന്നെന്താ റിമൈൻഡർ എത്ര വരും? 2. സോ 26. സോ 5. സോ ഇതാ അത്രയും അടുത്തുള്ള വാല്യൂ കൊടുത്തിട്ടുണ്ട് നമുക്ക്. സോ 2. ഓപ്ഷൻ ഡി ആണ് കിട്ടുക. 2.952 ആണ് ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് കാൽക്കുലേറ്റീവ് ആണ്. അതായത് ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടണം. ഇത് കുറച്ച് കാൽക്കുലേറ്റീവ് ആണ് കേട്ടോ. സോ ഇതും ഈ മെത്തേഡ് ഒന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താണ്? ദ റേഷ്യോ സ്പീഡ് ഓഫ് 2 ട്രക്ക് എന്ന് പറയുന്നത്, ട്രക്കിൻ്റെ സ്പീഡിൻ്റെ ഇതാണ് പറയുന്നത്. എന്താണ് സ്പീഡ് എന്ന് പറയുന്നത്? നമുക്ക് 7:4 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. ടൈം ടേക്കൺ ബൈ ദ ഫാസ്റ്റർ ട്രക്ക് ടു കവർ ഡിസ്റ്റൻസ് ഓഫ് 196 കിലോമീറ്റർ എന്ന് പറയുന്നത് 7 hours ലെസ് ദാൻ അതർ ആണ്. സോ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ടൈമിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ സ്ലോവർ ട്രെയിൻ. അങ്ങനെയാണെങ്കിൽ സ്ലോവർ ട്രെയിനിൻ്റെ സ്പീഡാണ് ചോദിക്കുന്നത്. എങ്ങനെ ചെയ്യാം? നമുക്കറിയാം രണ്ടും ഡിസ്റ്റൻസ് സെയിം ആണ്. നോക്കിയേ, കവർ എ ഡിസ്റ്റൻസ് ഓഫ് 196 കിലോമീറ്റർ. രണ്ടും ഡിസ്റ്റൻസ് സെയിം. അപ്പോൾ ആ കോൺസെപ്റ്റ് നിങ്ങൾ പഠിക്കണം. ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ, അല്ലെങ്കിൽ എന്താ സെയിം ഡിസ്റ്റൻസ് ആണെങ്കിൽ, എവിടെയെങ്കിലും നമ്മൾ സെയിം ഡിസ്റ്റൻസിൻ്റെ കോൺസെപ്റ്റ് പഠിച്ചാൽ, നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചായിരിക്കും, നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട്. എന്താ സ്പീഡിൻ്റെ റേഷ്യോ? ഇപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് 2 സ്പീഡിൻ്റെ റേഷ്യോ, അതായത് 2 ആൾ പോകുന്ന ഒരേ ഡിസ്റ്റൻസ് ആണ്. 2 ആൾ പോകുന്ന റേഷ്യോ A:B ആണെങ്കിൽ, 2 പേരുടെയും അവരെടുക്കുന്ന സമയത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് B:A ആയിരിക്കും. ഇതെന്താ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യം കേട്ടോ. ഇത് വെച്ച് ഒരുപാട് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. സോ ഇത് പഠിച്ചു വെക്കുക. അപ്പോൾ ഇവിടെ നമുക്കിതാ സ്പീഡിൻ്റെ റേഷ്യോ 7:4. അപ്പോൾ അവർ എന്താ ടൈമിൻ്റെ റേഷ്യോ 4:7 ആണ്. 2 സ്പീഡിൽ പോകുമ്പോൾ എടുത്ത ടൈമിൻ്റെ റേഷ്യോ 4:7 ആണ്. ഇനി ഒരു കാര്യം ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടാന്ന്, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ ടൈമിൻ്റെ ഡിഫറൻസ് ഇവിടെ 3 യൂണിറ്റ് ആണ്. ക്വസ്റ്റ്യനിൽ ഒരു കാര്യം പറഞ്ഞു, എന്താ ഫാസ്റ്റർ ട്രക്ക് ടു കവർ ഡിസ്റ്റൻസ് 196 കിലോമീറ്റർ എന്ന് പറയുന്നത് 7 hours ലെസ് ദാൻ മറ്റേതിനേക്കാളും 7 hours കുറവാണ്. സോ ഈ 3 യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 7 hours ആണ്. ഓക്കെ, സോ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 7/3 ആണ്. 1 യൂണിറ്റ് എന്ന് പറയുന്നത് 7/3 ആണ്. സോ നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ സ്ലോവർ ട്രെയിൻ. സ്ലോവർ ട്രെയിനിൻ്റെ സ്പീഡാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സ്ലോവർ ട്രെയിൻ എത്ര സമയം എടുക്കുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എത്ര സമയം എടുക്കും? സ്ലോവർ ട്രെയിൻ എടുക്കുന്നത് കൂടുതൽ സമയം എടുക്കുന്ന ആരാ? സ്ലോവർ ട്രെയിൻ അല്ലേ? 7 യൂണിറ്റ് ആണ് സ്ലോവർ ട്രെയിൻ എടുക്കുന്നത്. സോ 1 യൂണിറ്റിൻ്റെ വാല്യൂ 7/3. 7 യൂണിറ്റിൻ്റെ വാല്യൂ 7 × 7/3 49/3 ആണ്. ഇത്രയും സമയമാണ് സ്ലോവർ ട്രെയിൻ എടുക്കുന്നത്. എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ? നോക്കിയേ, ഇത്രയും കിലോമീറ്റർ 196 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ ഇത്രയും ടൈമാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് സ്ലോവർ ട്രെയിനിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാം. എന്താണ്? ഡിസ്റ്റൻസ് 196 ഡിവൈഡ് ബൈ ടൈം എത്രയാ? ഇത്ര 49/3 എടുക്കുന്നത്. സോ 49/3 നേരെ മേലേക്ക് പോയി × 3 ആയി. സോ എന്ത് കിട്ടും? ഇത് കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും. ഓക്കെ, 4 കിട്ടും. 4 × 3 12. ഓക്കെ, സോ 12 ആണ്. 12 km/h ആണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ അതും ശ്രദ്ധിക്കുക. ഇതുപോലത്തെ ക്വസ്റ്റ്യനും ഇത് ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ഇതും ശ്രദ്ധിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താണ്? ഇൻ കവറിങ് എ ഡിസ്റ്റൻസ് ഓഫ് 130 കിലോമീറ്റർ അങ്കിത് ടേക്ക് 4 hours മോർ ദാൻ വിനയ്. അപ്പോൾ ഇവിടെയും നമ്മൾ സെയിം ഡിസ്റ്റൻസിൻ്റെ കോൺസെപ്റ്റാണ്. വിനയിനേക്കാളും കൂടുതൽ സമയമെടുത്തു. സോ ഇഫ് അങ്കിത് ഡബിൾസ് ഹിസ് സ്പീഡ് then he would take 9 hours less to വിജയ്. സോ അമിത് ആണ് കേട്ടോ. അമിത് ഒറിജിനൽ സ്പീഡാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അതായത് അമിത്താണുള്ളത്. സാധാരണ സ്പീഡ് എന്താ? സാധാരണ സ്പീഡും ഇപ്പോഴത്തെ സ്പീഡും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ എന്താണ്? സാധാരണ ഇതിനേക്കാളും ഇരട്ടിയാക്കി. ഇൻ കവറിങ് എ ഡിസ്റ്റൻസ് ഓഫ് 130 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ്. അമിത് ടേക്ക് 4 hours മോർ ദാൻ വിനയ്. 4 hours കൂടുതൽ എടുത്തു വിനയിനേക്കാളും. അതായത് വിനയ് ഇപ്പോൾ ടി എടുത്തിട്ടുണ്ടെങ്കിൽ വിനയ് ടി സമയം എടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ അമിത് എത്ര സമയം എടുത്തു? അപ്പോൾ അങ്ങനെയാണെങ്കിൽ T+4 hours അമിത് എടുത്തിട്ടുണ്ട്. അമിത് ഡബിൾ ഹിസ് സ്പീഡ് then he would take 9 hours ലെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായി? രണ്ടാമത് അമിത് എടുക്കുന്നത് എന്താ? ടീനേക്കാൾ 9 മണിക്കൂർ കുറവാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അമിത്സ് ഒറിജിനൽ സ്പീഡാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ
അമിത്തിൻ്റെ ഒരേ ഡിസ്റ്റൻസ് പോകുമ്പോൾ അമിത്തിൻ്റെ 2 സ്പീഡാണ് തന്നിട്ടുള്ളത്. എന്താ, രണ്ടും തമ്മിൽ 1:2 ഒരിക്കലുള്ളതിനേക്കാൾ ഇരട്ടിയാക്കി. സോ ആദ്യം 1 ഉണ്ടെങ്കിൽ ഇപ്പോൾ 2 ആണ് സ്പീഡുള്ളത്. ഓക്കെ, സ്പീഡുള്ളത് ഇതാണ്. അപ്പോൾ നമുക്ക് ടൈമിൻ്റെ കേസ് ഓക്കെയാണ്. അതായത് ഇത് സ്പീഡാണ്. അപ്പോൾ അമിത്തിൻ്റെ ടൈം എന്ന് പറയുന്നത് ഓക്കെ, നേരെ തിരിച്ചിട്ടാൽ പോരെ. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, എന്താണ്, നമ്മൾ സാധാരണ ഒരേ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള 2 സ്പീഡ് തന്നാൽ നമുക്ക് അതിൻ്റെ ടൈം നേരെ തിരിച്ചെഴുതാം. സോ ടൈം നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി ഈ 2 ടൈമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എത്ര കിട്ടും? ഈ 2 ടൈമും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, അതായത് അമിത് ആദ്യം പോകുമ്പോഴുള്ള സമയവും ഇപ്പോൾ പോകുമ്പോഴുള്ള സമയവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നു 13 അവേഴ്സ് ആയിരിക്കും. 13 അവേഴ്സ്. കാരണം എന്താ വെച്ചാൽ സപ്പോസ് ആദ്യം ഈ വിനയ് എന്ന് പറയുന്നത് 10 മണിക്കൂറിൽ എത്തിയെന്ന് വിചാരിക്കാം. വിനയ് എന്ന് പറയുന്നത് ഈ ടി എന്ന് പറയുന്നത് 10 മണിക്കൂറാണ്. സോ അമിത് എന്ന് പറയുന്നത് എന്തായി 14 മണിക്കൂറിലായിരിക്കും എത്തിയത്. രണ്ടാമത് അമിത് എന്ന് പറയുന്നത് 9 മണിക്കൂർ കുറവിലാണ് എത്തിയത്. സോ 10 ഉള്ളത് വിനയിനേക്കാളും 9 മണിക്കൂർ കുറവ്. സോ 10ന്ന് 9 പോയി അതായത് 1 മണിക്കൂർ കൊണ്ട് എത്തി. സോ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയേ 13. അപ്പോൾ ഇവിടെ നോക്കിയാലും രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് 13. അതായത് അമിത്തിൻ്റെ 2 ട്രാവലും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ആദ്യം എടുക്കുന്ന സമയവും രണ്ടാമത് എടുക്കുന്ന സമയവും തമ്മിലുള്ള ഡിഫറൻസ് 13 അവേഴ്സാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയേ 1 യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 13 അവേഴ്സാണെന്ന് കിട്ടി. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 1 യൂണിറ്റിൻ്റെ വാല്യൂ 13 അവേഴ്സാണെന്ന് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അമിത്സ് ഒറിജിനൽ സ്പീഡാണ് നമ്മൾ ചോദിച്ചത്. ഒറിജിനൽ സ്പീഡ് എന്താണ്? നമുക്ക് ഒറിജിനൽ ടൈം കണ്ടുപിടിച്ചാൽ നമുക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 190 ആണ്. സോ 130. ഓക്കെ, ഡിസ്റ്റൻസ് 130. സോ ഡിസ്റ്റൻസ് ബൈ ഒറിജിനൽ ടൈം എടുത്താൽ മതി. ടൈം നോക്കിയേ, ഇതാണ് ഒറിജിനൽ ടൈം അല്ലേ? 2 അല്ലേ ഒറിജിനൽ ടൈം? എത്രയാ? 1 യൂണിറ്റിൻ്റെ വാല്യൂ 13, 2 യൂണിറ്റിൻ്റെ വാല്യൂ 26. സോ 26 ചെയ്താൽ മതി. ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് ചെയ്താൽ ടൈം. സോ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ചെയ്താൽ നമുക്ക് സ്പീഡ് കിട്ടും. എന്ത് കിട്ടും? 5 hours ആണെന്ന്, 5 km/h ആണെന്ന് കിട്ടും. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് ഒന്ന് ചിന്തിക്കാനുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഗ്രൂപ്പ് ഡി എന്ന് വിചാരിച്ചിട്ട് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ വരുമെന്ന് വിചാരിക്കരുത്. ഇതുപോലത്തെ ക്വസ്റ്റ്യനൊക്കെ ചെയ്യാം കേട്ടോ. ഇതുപോലത്തെ ക്വസ്റ്റ്യനൊക്കെ ചെയ്ത് പഠിക്കുക. ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ഇതിൽ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് എല്ലാ ടോപ്പിക്കും ചെയ്യാം. സോ നിങ്ങൾ കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ലൈക്കും ചെയ്യുക കേട്ടോ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അല്ലെങ്കിൽ വെറുതെ നമ്മൾ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് യൂസ് ആവുന്ന വീഡിയോ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അത് നിങ്ങൾ പറയുക, ഏതൊക്കെ തരത്തിലുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് ഹെൽപ്പ് ആവുന്നത് അത് പറഞ്ഞാൽ നമ്മൾ അത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാം. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ മാൻ ഹാവ് ടു കവർ ഡിസ്റ്റൻസ് 168 കിലോമീറ്റർ 18 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യും. 168 കിലോമീറ്റർ 18 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യും. ഇഫ് ഹി കവേർഡ് 2/3 ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2/6 ഓഫ് ദ ടൈം. 2/3 ഡിസ്റ്റൻസ് 2/6 ടൈമിൽ കവർ ചെയ്യും. ദെൻ വാട്ട് ഷുഡ് ബി ഹിസ് സ്പീഡ് ടു കവർ ദ റിമൈനിങ് ഡിസ്റ്റൻസ് ഇൻ ദ റിമൈനിങ് ടൈം, ലെഫ്റ്റ് ടൈം. അതാണ് ചോദിക്കുന്നത്. സോ റിമൈനിങ് ഡിസ്റ്റൻസ് കവർ ചെയ്യാനുള്ള സ്പീഡാണ് നമ്മളോട് ചോദിച്ചത്. റിമൈനിങ് ഡിസ്റ്റൻസ് കവർ ചെയ്യാനുള്ള സ്പീഡാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് റിമൈനിങ് ഡിസ്റ്റൻസ് കവർ ചെയ്യാനുള്ള സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ സ്പീഡ് എത്രയാണ്? ഡിസ്റ്റൻസ് എത്രയാണ്? 168. ഇതാണ് ഇപ്പോഴത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ഡിസ്റ്റൻസിൻ്റെ എത്രയാണ് ഇപ്പോൾ കവർ ചെയ്തത്? ഇപ്പോൾ കവർ ചെയ്തത് ഇഫ് ദ 2/3 ഓഫ് ദ ഡിസ്റ്റൻസ് 2/3 കവർ ചെയ്തു. ഇനി എന്താണ്? 1/3 ബാക്കിയുണ്ട്. സോ ഈ ഡിസ്റ്റൻസിൻ്റെ 1/3 ആണ് ഇനി ബാക്കിയുള്ളത്. ഈ ഡിസ്റ്റൻസിൻ്റെ 1/3 ബാക്കിയുണ്ട്. സോ നോക്കി, നമ്മൾ ഡിസ്റ്റൻസ് എഴുതി അതിൻ്റെ 1/3 കണ്ടുപിടിച്ചു. ഓക്കെ, സോ ഇപ്പം എന്ത് കിട്ടി നമുക്ക്? ഡിസ്റ്റൻസ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. ഇപ്പോൾ റിമൈനിങ് ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു, ഡിവൈഡഡ് ബൈ. ഇനി 18 മണിക്കൂർ കൊണ്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ആ ടൈമിൻ്റെ എത്ര ടൈം എടുത്തു? 2/6 എടുത്തു. ഇനി എത്രയാണ് വേണ്ടത്? 1/6 അല്ലേ? ഇപ്പം നോക്കിയേ, 2/6 ഓഫ് ദ ടൈം. ഇനി എത്രയാണ്? 4/6 ആണ് ഇനി ബാക്കിയുള്ളത്. ഓക്കെ, 4/6 ബാക്കിയുണ്ട്. 4/6 എന്ന് വെച്ചാൽ എന്താണ്? 2/3. അപ്പം ഇനി 2/3 സമയം ബാക്കിയുണ്ട്. നോക്കിയേ, ബാക്കിയുള്ള സമയം നമ്മൾ എഴുതി. ന്യൂമറേറ്ററിൽ ബാക്കിയുള്ള ഡിസ്റ്റൻസ്, ഡിനോമിനേറ്ററിൽ ബാക്കിയുള്ള സമയം എഴുതി. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്താൽ സ്പീഡ് കിട്ടില്ലേ? സോ ഇത്രയേ ഉള്ളൂ. ഇതും കട്ട് ചെയ്തു. സോ റിമൈനിങ് എത്രയാണ്? സോ 18. സോ നമുക്ക് കട്ട് ചെയ്യാം. 84. സോ 84 ബൈ ഇത്. സോ നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ചെയ്താൽ 42/9. സോ 4 ടൈംസ് ഫുള്ളായിട്ട് കിട്ടും. 6/9.
സോ 6/9 എന്ന് വെച്ചാൽ എന്ത് കിട്ടും? അതായത് നമുക്കിത് വേണമെങ്കിൽ ഇവിടെ തന്നെ കട്ട് ചെയ്യാം. 4 ടൈംസ് കിട്ടും. പിന്നെ 4 റിമൈനിങ് എത്രയാണ്? 36 റിമൈനിങ് എത്രയാണ്? 7. സോ 6/9 എന്ന് വെച്ചാൽ 0.7. ഓക്കെ, അതായത് 0.666 എന്ന് കിട്ടും. ഇത് ശരിക്കും ഇങ്ങനെയാണ് കിട്ടുക നമുക്ക്, 0.666 അങ്ങനെയല്ല വരിക, ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? റൗണ്ട് ഓഫ് 1 ഡെസിമൽ പ്ലേസ്, ഒറ്റ ഡെസിമൽ പ്ലേസേ പാടുള്ളൂ. അപ്പോൾ നമ്മൾ 4.4 ഇവിടെ നോക്കിയ 2 ഓപ്ഷൻ ഉണ്ട്. 4.6 എന്ന് എടുക്കാൻ പാടില്ല, കാരണം 4.66 ഉണ്ട്. സോ 5നേക്കാളും വലുതായി നമ്മളൊന്നും കൂട്ടില്ലേ. സോ ഇത് ശരിക്കും 4.7 ആണ് കിട്ടുക. ഓപ്ഷൻ സി ആണ് കിട്ടുക കേട്ടോ. 4.7 അത് മാറിപ്പോരുത്. പലരും തെറ്റിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ 4.6 ഇട്ടിട്ടുണ്ടാവും, അപ്പോൾ അങ്ങനെ തെറ്റിയിട്ടുണ്ടാവും. സോ അതല്ല, 4.7 ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ പറയുന്നത് എ മാൻ വാക്സ് ടു എ വ്യൂ പോയിന്റ് ആൻഡ് റിട്ടേൺ സ്റ്റാർട്ടിംഗ് പോയിന്റ് ബൈ കാർ. അപ്പോൾ ഒരു പോയിന്റിലേക്ക് ഇവിടെ പറയുന്നത് നോക്കിയേ, ഞാനിവിടെ ഇറക്കാം. ഒരു പോയിന്റിലേക്ക് അയാൾ വാക്ക് ചെയ്തു. അപ്പോൾ വാക്ക് ചെയ്തു, തിരിച്ചു വന്നത് എങ്ങനെയാണ്? തിരിച്ചു വന്നത് അയാൾ കാറിലാണ്. ഇങ്ങോട്ട് വാക്ക് ചെയ്തു, തിരിച്ചു വന്നത് കാറിലാണ്. സോ ആൻഡ് ദസ് ടേക്സ് ടോട്ടൽ 8:15. ഓക്കെ, 8 മണിക്കൂർ 15 മിനിറ്റ്, 8 hours 15 മിനിറ്റ് എടുക്കുന്നുണ്ട് ഈ ട്രാവൽ ചെയ്യാൻ. 8 മണിക്കൂർ 15 മിനിറ്റാണ് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരാൻ. അത് പോകുന്നത് ബൈ ഫുട്ട്, വാക്ക് ചെയ്തിട്ടാണ്. തിരിച്ചു വന്നത് കാറിലാണ്. ഓക്കെ, ഇത് പറയുന്നു. സോ ഈ വുഡ് ഹാവ് ഗെയിൻഡ് 5 hours ബൈ ഡ്രൈവിംഗ് ബോത്ത് ഡയറക്ഷൻ. അപ്പോൾ സപ്പോസ് ഇയാൾ 2 ഡയറക്ഷനിലേക്ക്, ഇങ്ങോട്ടും കാറിലാണ് പോയത്, ഇങ്ങോട്ടും കാറിലാണ് വന്നതെങ്കിൽ അയാൾക്ക് 5 മണിക്കൂർ ലാഭം ഉണ്ടായിട്ടുണ്ടാവും. സോ ഹൗ ലോങ് വുഡ് ഹീ ഹാവ് ടു വാക്ക് ബോത്ത്? അപ്പോൾ 2 സൈഡിലേക്ക് ഇയാൾ വാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര സമയം എടുക്കുന്നതാണ് ചോദിക്കുന്നത്. ഓക്കെ, ഹൗ ലോങ് വുഡ് ഹീ ഹാവ് ടേക്കൺ ടു വാക്ക് ബോത്ത് വേസ്? ബോത്ത് വേസിൽ, അതായത് 2 വേയിലും അങ്ങോട്ടും ഇങ്ങോട്ടും അയാൾ വാക്ക് ചെയ്യുന്നെങ്കിൽ എത്ര സമയം എടുക്കുന്നതാണ് ചോദിക്കുന്നത്. സോ എങ്ങനെ ഫൈൻഡ് ചെയ്യാം? അപ്പോൾ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എല്ലാവരും എന്തായി സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യത്തെ നോക്കാം. ഫസ്റ്റത്തെ നോക്കിയാൽ എന്താണ്? അങ്ങോട്ട് നമ്മളെന്താ ഫസ്റ്റ് വാക്ക് ചെയ്തു പ്ലസ് തിരിച്ചു വന്നത് കാറിലാണ്. എത്ര സമയം എടുത്തു? വാക്ക് ചെയ്തു, അങ്ങോട്ട് വാക്ക് ചെയ്തു, ഇങ്ങോട്ട് കാറിൽ വന്നു. സോ സമയം എടുത്തത് 8 മണിക്കൂർ 15 മിനിറ്റ്. രണ്ടാമത്തെ കേസിൽ 2 സൈഡിലേക്കും വാക്ക് ചെയ്തു. സോ 2C, 2 സൈഡിലേക്കും കാറിൽ പോയി. രണ്ടാമത്തെ 2 സൈഡിലും കാറിൽ പോയി. അപ്പോൾ എടുക്കുന്ന സമയം എത്രയാണ്? സോ അയാൾ എടുക്കുന്ന സമയം എന്ന് വെച്ചാൽ എന്താണ്? 5 hours, ഇതിനേക്കാളും കുറവാണ്. അപ്പോൾ 3 hours 15 മിനിറ്റ്. 5 മണിക്കൂർ കുറവാണെന്നല്ലേ പറഞ്ഞേ. സോ 3 മണിക്കൂർ 15 മിനിറ്റ്. ഇനി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക. സപ്പോസ് നമ്മൾ ഈ ആദ്യത്തത് അങ്ങോട്ട് വാക്ക് ചെയ്തു, തിരിച്ച് കാറിൽ വന്നു. നമ്മളിത് ഡബിൾ ആക്കിയെന്ന് വിചാരിക്കുക. അത് ഇൻറ്റു 2 കറക്റ്റ് ഡബിൾ ആക്കി ഡിസ്റ്റൻസ്. അപ്പോൾ എന്തായി? സമയം ഡബിൾ ആവില്ലേ? സമയവും ഡബിൾ ആവും. സമയം എത്രയാവും? ഇത് ഇൻറ്റു 2 ആകും. സോ 16 മണിക്കൂർ 16 hours 30 മിനിറ്റ് ആവും. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഉള്ള ഡിസ്റ്റൻസിൻ്റെ ഇരട്ടി വാക്ക് ചെയ്യുന്നു, ഇപ്പോൾ ഉള്ള ഡിസ്റ്റൻസിൻ്റെ ഇരട്ടി കാറിൽ പോകുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 16 മണിക്കൂർ 30 മിനിറ്റ് എടുക്കും. ഇനി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നോക്കിയേ, കാറിൽ മാത്രം ഈ ഡിസ്റ്റൻസ് സെയിം ഡിസ്റ്റൻസ് അല്ലേ പോകാൻ? 3 മണിക്കൂർ 15 മിനിറ്റാണ് എടുത്തത്. ഓക്കെ, കാറിൽ മാത്രം ഈ ഡിസ്റ്റൻസ് പോകാൻ 3 മണിക്കൂർ 15 മിനിറ്റാണ് എടുത്തത്. സോ ഇപ്പോൾ എത്രയാണ് എടുത്തത്? 16 മണിക്കൂർ 30 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അത് 2W + 2C വാക്ക് ചെയ്യാൻ 2 കാറിൽ. സോ 2C എന്ന് പറയുന്നത് മാത്രം നമുക്ക് 3 hour ആണെന്ന് കിട്ടി. സോ അത് 3 hour 15 മിനിറ്റ് മറ്റേ മൈനസ് ചെയ്താൽ നമുക്ക് ആൻസർ ആയില്ലേ. സോ എന്ത് കിട്ടും? 13 hours 15 മിനിറ്റ്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഒരു മാർക്ക് അറിയുന്നത്. സോ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതുപോലുള്ള ലോജിക്ക് ഓർത്ത് വെക്കുക കേട്ടോ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം. ലോജിക്ക് ഓർത്തിരിക്കുക. ഇത്രയും സിമ്പിളാണ്. ഒന്നും ഇവിടെ ചെയ്യാനില്ല, ജസ്റ്റ് കോമൺ സെൻസ് കൊണ്ട് നമുക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ അങ്ങനത്തെ ക്വസ്റ്റ്യനും വിട്ടുകളയരുത്. നെക്സ്റ്റ്. ഓക്കെ, എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണാം കേട്ടോ, എന്തായാലും. ഓക്കെ, എന്നിട്ട്
ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നാൽ എന്തായാലും ചെയ്യാം. ഇതിന് ബാക്കിയും കൂടെ പാർട്ട് ചെയ്യാനുണ്ട്, എങ്കിലും നോക്കാം. വാട്ട് ഈസ് ദ ആവറേജ്? ഇത് നോക്കിയാൽ ആവറേജ് സ്പീഡിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ആണ്. ആ കോൺസെപ്റ്റ് എന്തായാലും വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ഇത് ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ പറയുന്നത് നോക്കിയേ, ട്രക്ക് കവർ ഹാഫ് ഡിസ്റ്റൻസ് അറ്റ് ദ സ്പീഡ് ഓഫ് 20 km/h ആൻഡ് അതർ ഹാഫ് എന്ന് പറയുന്നത് എന്താ? 80 km/h. സോ അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ഒക്കെ സെയിം ആണെങ്കിൽ നമുക്ക് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? 2 × xy അല്ലെങ്കിൽ S1 S2 നമുക്ക് അങ്ങനെ കൊടുക്കാം. 2 × S1 S2 ആദ്യത്തെ സ്പീഡ്, രണ്ടാമത്തെ സ്പീഡ്. ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ S1 S2 ഡിവൈഡ് ബൈ നമുക്ക് എന്താ? S1 + S2 അങ്ങനെ കൊടുക്കാം. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ, രണ്ട് ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ നമുക്ക് എന്താ കൊടുക്കാം? 2 × S1 S2 ഡിവൈഡ് ബൈ S1 + S2 ഡയറക്റ്റ് കൊടുത്താൽ ആൻസർ ആയി. 20 × 80 ഡിവൈഡ് ബൈ നമുക്ക് എന്താ? 100. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇതും ക്യാൻസലായി, ഇതും ക്യാൻസലായി. 16, 32. ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോൾ ഇത് ഷുവറാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ഷുവറാണ് എന്തായാലും. ഏതെങ്കിലും ഒരു ഷിഫ്റ്റിൽ ഷുവറായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും നോക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇവിടെ എന്താണ് പറയുന്നത്? അപ്പോൾ ഇത് കുറച്ച് ട്വിസ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. എ കാർ റൺ ഫോർ 10 hours. ഇറ്റ് സ്പീഡ് ഡ്യൂറിങ് ith hour ഈസ് I⁻3. ith അവറിൽ, ഇപ്പോൾ ഒന്നാമത്തെ അവറിലാണെങ്കിൽ I⁻, അതായത് ith hour ഈസ് I³ ഓക്കെ, ith അവറിൽ I³ ആണ്. അതായത് ഒന്നാമത്തെ അവറിൽ 1³ നോക്കിയേ, ith അവറിൽ ഈസ് ഇത്രയും പെർ അവർ ആണ് സ്പീഡ്. അതായത് ഒന്നാമത്തെ അവറിലാണെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് 1 km/h അല്ലെങ്കിൽ 1³ km/h. രണ്ടാമത്തെ അവറിലാണെങ്കിൽ എത്രയാണ്? 2³ km/h. അങ്ങനെയാണ് സ്പീഡ് പോകുന്നത്. ഓക്കെ, സോ ഐ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് തന്നു. ആവറേജ് സ്പീഡ് ഓഫ് ദ കാർ ഫോർ ദ ജേണി. അപ്പോൾ കാറിൻ്റെ ആവറേജ് സ്പീഡാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമുക്കറിയാം ആവറേജ് സ്പീഡ് എന്താണ്? ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ആണ് ആവറേജ് സ്പീഡ്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് എന്താണ് ഇവിടെ കിട്ടുക? സോ ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ നമുക്കെന്താ? ഓരോ ഡിസ്റ്റൻസും നമുക്ക് കൂട്ടാം. അതായത് ഒന്നാമത്തെ അവറിൽ സ്പീഡ് ഇൻറ്റു ടൈം. ഒന്നാമത്തെ അവറിൽ എന്താ സ്പീഡ് എന്ന് പറയുന്നത്? എന്താ? I³ × 1. രണ്ടാമത്തെ അവറിൽ എന്താണ് സ്പീഡ്? 2³ ഒന്നാമത്തെ അവറിൽ 1³, രണ്ടാമത്തെ അവറിൽ 2³ ഇൻറ്റു 1 മണിക്കൂറല്ലേ × 1. മൂന്നാമത്തെ അവറിൽ എത്ര ഡിസ്റ്റൻസ് പോവും? 3³ × 1. എല്ലാം 1 അവർ വെച്ചാണ് നോക്കുന്നത് നമ്മൾ. അപ്പോൾ ആദ്യത്തെ അവറിൽ 1³ ഡിസ്റ്റൻസ് പോവും, രണ്ടാമത്തെ അവറിൽ 2³ ഡിസ്റ്റൻസ് പോകും, മൂന്നാമത്തെ അവറിൽ 3³ അങ്ങനെ പോകും. അങ്ങനെ എത്ര വരെ പോകും? 10 വരെ. 10 അവറാണ് പോകുന്നത്. സോ അങ്ങനെ പ്ലസ് 10³ വരെ പോകും ഡിസ്റ്റൻസ്. ഇതൊക്കെ കൂട്ടിയാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ആയി. ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം എത്രയാണ്? 10 മണിക്കൂർ. സോ കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി നമ്മൾ നമ്പർ സിസ്റ്റത്തിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ്? I³ അങ്ങനെയുള്ള വാല്യൂസിൻ്റെ, അതായത് ഒരു വാല്യൂവിൻ്റെ നാച്ചുറൽ നമ്പറിൻ്റെ ക്യൂബിൻ്റെ സമ്മ് നമ്മൾ കണ്ടുപിടിക്കാൻ പഠിക്കാറുണ്ട്. എന്താ? n × n+. നമ്മളിങ്ങനെ പഠിക്കും. എന്താണ്? n × n+1/2 ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മളെന്താ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മ് എന്ന് പറയുന്നത്. 1³ 2³ 3³ അങ്ങനെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ ക്യൂബ്സിൻ്റെ സമ്മ് എന്ന് പറയുന്നത് ഇതാണ്. സോ ഡിവൈഡ് ബൈ എന്താണ്? 10. അപ്പോൾ ഇതെന്ത് കിട്ടും? n എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഉണ്ട്? 10 നമ്പർ. 10 × 11/2 ഇങ്ങനെയാണ് കിട്ടുക കേട്ടോ. 10 × 11/2 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 10. സോ ഇതൊന്നും ചെയ്താൽ 5 കിട്ടും. 55 സ്ക്വയർ ഡിവൈഡ് ബൈ 10 ആണ് കിട്ടുക. ഓക്കെ, 55 ഡിവൈഡ് ബൈ 55 സ്ക്വയർ. സോ 55 × 55 ഡിവൈഡ് ബൈ 10. ഓക്കെ, ഇങ്ങനെയാണ് കിട്ടുക. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും നമുക്ക്? അതായത് 55 സ്ക്വയർ ആണ്. 5ൻ്റെ സ്ക്വയർ ആണ്. ലാസ്റ്റ് 5 വരുന്ന വാല്യൂവിൻ്റെ സ്ക്വയർ കാണാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. എന്താണ്? 25 എഴുതുക. പിന്നെന്താ 5 ആണ് വന്നിട്ടില്ല. 5 × 6 30. ഓക്കെ, സോ ഇങ്ങനെ എഴുതുക. ഒരു സ്ഥാനം മാറ്റി, ഡിവൈഡ് ബൈ 10 ആയതുകൊണ്ട് ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടു. സോ 302.5 ആണ് വാല്യൂ കിട്ടുക. ഓപ്ഷൻ എന്താണ്? 302.5 C ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം ഇങ്ങനെ
ഇത് ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് നോക്കി വെക്കാം കേട്ടോ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ നാച്ചുറൽ നമ്പർ സിസ്റ്റത്തിൽ പഠിച്ച ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എന്താണ്, നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ സം എന്താണ്, ക്യൂബിൻ്റെ സം എന്താണ്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കാം. സോ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താ കിട്ടുക? ഇവിടെ നോക്കിയാൽ ഫോർ എ ട്രിപ്പ് ഓഫ് 600 കിലോമീറ്റർ എ ട്രക്ക് ട്രാവൽ ഇൻ ദ ഫസ്റ്റ് 300 കിലോമീറ്റർ. 600 കിലോമീറ്റർ ആണ് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. എത്രയാണ്? 42 കിലോമീറ്റർ പെർ അവറിൽ പോയി. അറ്റ് വാട്ട് സ്പീഡ് ഷുഡ് ഇറ്റ് കവർ ദ റിമൈനിങ് ഡിസ്റ്റൻസ്? സോ ദ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 63 ആണ്. സോ ആദ്യത്തെ 300 കിലോമീറ്റർ പറയുന്നുണ്ട്, ടോട്ടൽ 600 ആണ്. സോ ഇവിടെ ഡിസ്റ്റൻസ് സെയിം ആയാൽ, നമ്മൾ പറഞ്ഞു 2 ഡിസ്റ്റൻസ് ഉണ്ട്, 2 ഡിസ്റ്റൻസ് സെയിം ആയാൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആവറേജ് സ്പീഡ് ഡിസ്റ്റൻസ് സെയിം ആയാൽ എന്താ, 2 ഡിസ്റ്റൻസ് ആണെങ്കിൽ 2 × S1 S2 ഡിവൈഡ് ബൈ S1 + S2. ആ കാര്യം അറിയുന്നതായിരിക്കും നിങ്ങൾക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു. ഇത് വെച്ചിട്ട് ഒരു ആവറേജ് സ്പീഡിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. സോ അപ്പോൾ ഇവിടെ എന്താ, ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 63 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നു. ആവറേജ് സ്പീഡ് 63 ആണ്. പിന്നെന്താ 2 × ആദ്യത്തെ സ്പീഡ് എന്താ 42 ആണെന്ന് തന്നു. രണ്ടാമത്തെ സ്പീഡ് നമുക്കറിയില്ല, എക്സ് ആണെന്ന് കൊടുക്കാം. ഡിവൈഡ് ബൈ 42 + x. ഇതാണ് കിട്ടുക. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 62 നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതും കട്ട് ചെയ്യാം. വാല്യൂസ് വലുതായതുകൊണ്ട് നമുക്ക് എന്താ ഇതും ഇവിടുന്ന് കട്ട് ചെയ്യാം. എന്തുകൊണ്ട് കട്ട് ചെയ്യാം? നമുക്ക് 7 കൊണ്ട് കട്ട് ചെയ്യാം. സോ 9 6 എഗെയിൻ കട്ട് ചെയ്യാലോ, 3 2. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പം എന്ത് കിട്ടും? 42 × 3. സോ 126 + 3x = 2 × 2 4x. സോ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി? എക്സ് എന്ന് പറയുന്നത് 126. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? നമ്മളോട് ചോദിച്ചിരുന്നത് എന്താണ്? എക്സ് എന്ന് വെച്ചാൽ നമ്മൾ സെക്കൻഡ് സ്പീഡാണ് എടുത്തിട്ടുള്ളത്. സോ അതാണ് ചോദിച്ചിട്ടുള്ളത്, 126 ഓപ്ഷൻ എ. ഓക്കെ, അപ്പോൾ അതും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താ ആവറേജ് സ്പീഡ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട കാര്യമാണ് ആവറേജ് സ്പീഡ്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താണ്? സോ ഇതും ഓക്കെ, ഇത് ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചാണ്. സീസൺഡ് മാരത്തോൺ. ഓക്കെ, സ്ഥിരമായ വേഗതയിൽ പേര് കേട്ട ഒരു പരിചയസമ്പന്നനായ മാരത്തോൺ താരമാണ്. അയാൾ സാധാരണയായി ഒരു മത്സരത്തിൻ്റെ ആദ്യ പകുതി 8 km/h വേഗതയിലും രണ്ടാമത്തെ പകുതി 6 km/h വേഗതയിലും പോകുന്നു. സോ ഓടുന്നു. എന്നിരുന്നാലും ക്ഷീണവും മറ്റ് ഘടകങ്ങളും കാരണം അദ്ദേഹത്തിന് മൊത്തത്തിലുള്ള വേഗതയുടെ 30% സ്പീഡ് കുറയുന്നു. സോ കുറഞ്ഞ വേഗതയിൽ 120 km മാരത്തോൺ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് എത്ര സമയം എടുക്കുന്നതാണ് ചോദിക്കുന്നത്. സോ അയാൾ സാധാരണയുള്ള സ്പീഡിൻ്റെ 30% കുറയുന്നു, അതായത് 70% മാത്രമാണ് അയാൾ ഓടുന്നത്. അങ്ങനെയാണെങ്കിൽ 120 km ട്രാവൽ ചെയ്യാൻ എത്ര സമയം എടുക്കും എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് സാധാരണയായിട്ട് അയാളുടെ ആവറേജ് സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സാധാരണ എങ്ങനെയാണ് നോക്കിയേ, 8 km/h 6 km/h. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് സെയിം ഡിസ്റ്റൻസ് അല്ലേ പറയുന്നത്, ഫസ്റ്റ് ഹാഫ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. സോ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ഒരു മിനിറ്റ്, ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? സോ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് സെയിം ഡിസ്റ്റൻസ് ആണ്. സോ 2 × S1 S2 ഡിവൈഡ് ബൈ S1 + S2. അപ്പോൾ 2 × 8 × 6 ഡിവൈഡ് ബൈ 14 S1 + S2 14. സോ ഇത് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് കട്ട് ചെയ്യാം. സോ ഇവിടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 7 കിട്ടും. കട്ട് ചെയ്യാമല്ലോ. സോ ഇത് കട്ട് ചെയ്താൽ നമുക്ക് 7 ആണ് കിട്ടുക. സോ 6 × 8 48 ഡിവൈഡ് ബൈ 7. ഇതാണ് സാധാരണ സ്പീഡ്. സോ ഈ സ്പീഡിൻ്റെ 70% സ്പീഡിലാണ് ഇനി പോകുന്നത്. കാരണം 30% കുറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ 70% സ്പീഡിലാണ് നമ്മൾ ഇനി ട്രാവൽ ചെയ്യേണ്ടത്, അയാൾ ട്രാവൽ ചെയ്യുന്നത്. സോ ഇതിൻ്റെ 70% സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നു. സോ ഇതിൻ്റെ 70% നോക്കിയേ, ഇതും കട്ടായി. ബാക്കി എന്താണ്? 48/10. സോ 4.8 സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്. 4.8 km/h സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്. എത്ര ദൂരം ട്രാവൽ ചെയ്യണമെന്ന് പറഞ്ഞ് 120 km ട്രാവൽ ചെയ്യുന്ന എത്ര സമയം? 120 ഡിവൈഡ് ബൈ 4.8 അല്ലെങ്കിൽ 48 എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 0 ഇട്ടാൽ മതി. ഓക്കെ, സോ ഇനി ഇത് ചെയ്താൽ ആൻസറായി. എന്താണ്? ഇത് 4 കൊണ്ട് ചെയ്തു. സോ 100/4 25.
25 hours. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഓപ്ഷൻ എ ആണ് കേട്ടോ കറക്റ്റ്. 25 hours, 25 hours ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് അടുത്ത് നോക്കിയേ. അപ്പോൾ അടുത്തയാണെങ്കിൽ എ പേഴ്സൺ ഡ്രോ അറ്റ് 59 km/h ഫോർ 3.5 hours. 3.5 hours ഈ സ്പീഡിൽ പോയി. ഇൻക്രീസ് ഹിസ് സ്പീഡ് 9 കൂട്ടി, അപ്പോൾ എന്താ 68 ആയി. സോ ആൻഡ് റീച്ച് ദ ഡെസ്റ്റിനേഷൻ ഇൻ ആൻ അവർ, 1 മണിക്കൂർ ട്രാവൽ ചെയ്തു. സോ ഫൈൻഡ് ദ ആവറേജ് സ്പീഡ്. സോ എഗെയിൻ നോക്കിയേ, എൻറ്റയർ ജേർണീൻ്റെ ആവറേജ് സ്പീഡാണ് പറയുന്നത്. സോ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എന്ത് കിട്ടും നമുക്ക്? ആദ്യം 59 എത്ര കിലോമീറ്റർ പോയി? 3.5 hours പോയി. സോ ടോട്ടൽ ഡിസ്റ്റൻസ് പ്ലസ് എഗെയിൻ രണ്ടാമത്തെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. എത്രയാണ്? സ്പീഡ് എന്ന് പറയുന്നത് 9 കൂടി 68 ആയി. അത് 1 മണിക്കൂർ ട്രാവൽ ചെയ്തു. 68 എന്ന് പറയുന്നത് 1 മണിക്കൂർ ട്രാവൽ ചെയ്തു. സോ ഡിവൈഡ് ബൈ എന്താണ് ടോട്ടൽ ടൈം എത്രയാണ്? 3.5ഉം 1ഉം 4.5. ഓക്കെ, 3.5ഉം 1ഉം 4.5. സോ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. സോ ഇനി എന്ത് ചെയ്യുക? ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ ആയി. എന്താ? 59ഉം 3.5 എന്ത് കിട്ടും? സോ 59. സോ നമുക്ക് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5. സോ എന്താ? 27ഉം 25ഉം. സോ 6, 15, 5, 20. സോ ഇത്രയാണ് കിട്ടുക. ഒരു പോയിന്റും. ഓക്കെ, 206.5 പ്ലസ് 68 ഡിവൈഡ് ബൈ 4.5. ഓക്കെ, 4.5. ഓക്കെ, എൻ്റെ പെന്ന് എന്തോ പറ്റി. 4.5 ഇതാണ് കിട്ടുക. ഇനി സോ ഇത് സിംപ്ലിഫൈ ചെയ്ത ആൻസർ ആയില്ലേ? എത്രയാണ്? 274.5 ഡിവൈഡ് ബൈ 4.5. സോ കട്ട് ചെയ്യാം. സോ എന്തുകൊണ്ട് കട്ട് ചെയ്യാം? പോയിന്റ് രണ്ട് സ്ഥലത്തും ഓരോ പോയിന്റ് ആണ്. സോ പോയിന്റ് ഇല്ല എന്ന് നമുക്ക് വിചാരിക്കാം. രണ്ട് സ്ഥലത്തും ഓരോ പോയിന്റ്, ഒരു സ്ഥാനം മാറ്റിയാണ് പോയിന്റ് ഉള്ളത്. സോ നമുക്ക് പോയിന്റ് ഇല്ല എന്ന് വിചാരിക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്യാം. 5 കൊണ്ട് കട്ട് ചെയ്താൽ 9 കിട്ടും. സോ 5 കൊണ്ട് കട്ട് ചെയ്യാം. എത്രയാണ്? 5 പ്രാവശ്യം, 6 പ്രാവശ്യം, 5 പ്രാവശ്യം. സോ 5, 4 പ്രാവശ്യം, 9 പ്രാവശ്യം. ഓക്കെ, സോ 5, 4, 9/9 എത്രയാ? 6 പ്രാവശ്യം, ബാക്കി 1 പ്രാവശ്യം. 61. ആൻസർ ഓപ്ഷൻ എ ആണ്. എ അല്ലേ ഓപ്ഷൻ? 61 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ അതും സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നുമില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ്, ടോട്ടൽ ടൈം എടുത്താൽ ആവറേജ് കിട്ടി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ALPക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ 2026. അപ്പോൾ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഇപ്പോൾ റെയിൽവേ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതന്നെ റിപ്പീറ്റ് ചെയ്യാം. ഇതേ പാറ്റേൺ ആയിരിക്കും. സോ ഇത് കൃത്യമായി നിങ്ങൾ നോക്കിയിട്ട് പോകാം. അടുത്ത് നോക്കിയേ. അടുത്തത് എ കാർ കവർ 100 കിലോമീറ്റർ ഇൻ ദ ഫസ്റ്റ് അവർ, 150 കിലോമീറ്റർ സെക്കൻഡ് അവർ ആണ്, 50 കിലോമീറ്റർ ഇൻ ദ തേർഡ് അവർ. ഇറ്റ് കണ്ടിന്യൂ അറ്റ് എ സ്പീഡ് ഓഫ് 60 കിലോമീറ്റർ ഫോർ ദ നെക്സ്റ്റ് 2 hours. സോ ആവറേജ് സ്പീഡ് എൻറ്റയർ ജേണി. സോ ഇതാണ് ചോദിച്ചിട്ടുള്ളത്. എൻറ്റയർ ജേണീൻ്റെ ആവറേജ് സ്പീഡാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? സിമ്പിളാണ്. ആദ്യത്തെ അവറിൽ 100 പ്ലസ് രണ്ടാമത്തെ അവറിൽ 150, മൂന്നാമത്തെ അവറിൽ 50, നാലാമത്തെ അവറും അഞ്ചാമത്തെ അവറും. സോ 60, 60 അങ്ങനെ പോയി. ഡിവൈഡ് ബൈ 5 ചെയ്താൽ മതി. സോ എന്ത് കിട്ടും? ഡിവൈഡ് ബൈ 5 ചെയ്താൽ ആൻസറായി. സോ എത്രയാണ്? 300, 420 അല്ലേ? ഇതാ 200, 300, 120, 420, 420/5 എത്രയാണ്? 8 പ്രാവശ്യം പിന്നെ 4 പ്രാവശ്യം, 84. സോ ആൻസർ എന്ന് പറയുന്നത് 84 ആണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ആവറേജ് സ്പീഡിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, നോക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത എന്താണ് പറയുന്നത്? എ കാർ ട്രാവൽ ഫ്രം എ സിറ്റി A to B എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 150 കിലോമീറ്റർ ആണ് അറ്റ് സ്പീഡ് ഓഫ് 60 km/h. ഓൺ ദ വേ ബാക്ക് ഡ്യൂ ടു ഹെവി ട്രാഫിക് കാർ സ്പീഡ് ഡിക്രീസസ്. കാറിൻ്റെ സ്പീഡ് കുറഞ്ഞു, ഡിക്രീസ് ആയി. സോ ദ ടോട്ടൽ ടൈം ഫോർ ദ റൗണ്ട് ട്രിപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? 7 hours 30 minutes ആണ്. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 7 hours 30 minutes ആണ്. വാട്ട് ഈസ് ദ സ്പീഡ് ഡ്യൂറിങ് ദ റിട്ടേൺ ട്രിപ്പ്? റിട്ടേൺ ട്രിപ്പിൻ്റെ സ്പീഡ് എന്താണെന്നാണ് ചോദിക്കുന്നത്. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? 150 കിലോമീറ്റർ എ കാർ ട്രാവൽസ് ഫ്രം എ സിറ്റി A to B. A to Bയിൽ നോക്കിയാൽ A to B ആണ് പോകുന്നത്. A to B 150 കിലോമീറ്റർ. സ്പീഡ് എന്ന് പറയുന്നത് നോക്കിയേ 60 km/h ആണ് സ്പീഡ്. അങ്ങനെയാണെങ്കിൽ എത്ര ടൈം എടുത്തു നമുക്ക് അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും? എത്രയാണ്? ഇത് കട്ട് ചെയ്താൽ പോരെ?
15/6 അല്ലെങ്കിൽ എന്താ 5/2. 5/2. സോ എന്ത് കിട്ടും? 2 hour 30 minutes. സോ 150/60 ചെയ്താൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് ചെയ്താൽ ടൈം കിട്ടും. എത്രയാണ്? ഇതും കട്ട് ചെയ്തു 5/2. സോ 2 hour. 5/2 ചെയ്താൽ എന്താ? 2 മണിക്കൂർ ഫുൾ ഉണ്ട്. പിന്നെന്താ 1/2 ഉണ്ട്, ഹാഫ് ആൻ അവർ. സോ 2 മണിക്കൂർ അര മിനിറ്റ്. 2 മണിക്കൂർ അര മിനിറ്റ് കൊണ്ട് ആ ജേണി അങ്ങോട്ട് എ നിന്ന് ബിയിലേക്ക് പോയി. സോ റിട്ടേൺ ടോട്ടൽ എന്ന് പറയുന്നത് നോക്കിയേ, ടോട്ടൽ 7.5 hours എടുത്തു. സോ ടോട്ടൽ 7.5, 7 മണിക്കൂർ 30 മിനിറ്റ് എടുത്തു. അങ്ങനെയാണെങ്കിൽ റിട്ടേൺ വരാൻ എത്ര സമയം എടുത്തിട്ടുണ്ടാവും? 5 hours എടുത്തിട്ടുണ്ടാവും. റിട്ടേൺ വരാൻ 5 മണിക്കൂർ എടുത്തിട്ടുണ്ടാവും. സോ റിട്ടേൺ വരാൻ 5 മണിക്കൂർ എടുത്തു. സോ നമുക്കറിയാം എത്രയാണ് ഡിസ്റ്റൻസ്? 150. 5 മണിക്കൂർ എടുത്തു. റിട്ടേൺ വരാൻ 5 മണിക്കൂർ എടുത്തു. നോക്കി ഇവിടെ കാണുന്ന 5 മണിക്കൂർ എടുത്തു. സോ 150 കിലോമീറ്റർ. സോ 150 കിലോമീറ്ററിന് വരാൻ 5 മണിക്കൂർ എടുത്തു. അപ്പോൾ എന്താണ്? 30 സ്പീഡ്. സോ 30 km/h ആണ് സ്പീഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, 30 km/h ആണ് സ്പീഡായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ അതും സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. എ മോട്ടറിസ്റ്റ് ട്രാവൽ എ ടോട്ടൽ ഡിസ്റ്റൻസ് ഓഫ് 30 km 50 minutes. 30 km എന്ന് പറയുന്നത് 50 minutes കൊണ്ട് പോയി. ഹി ഡ്രൈവ്സ് അറ്റ് ദ സ്പീഡ് ഓഫ് x കിലോമീറ്റർ ഫോർ ദ ഫസ്റ്റ് 11 minutes. x കിലോമീറ്റർ 11 minutes പോയി. ഓക്കെ, x കിലോമീറ്റർ 11 minutes പോയി. സോ നമുക്ക് വേണമെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. x കിലോമീറ്റർ 11 minutes. കിലോമീറ്റർ/അവർ സ്പീഡിലോ, സോറി കിലോമീറ്റർ അല്ല, x km/h സ്പീഡിലാണ്. അത് 11 minutes പോയി. ഓക്കെ, ഈ x km/h എന്നുള്ളത് 11 minutes നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ, km/h മിനിറ്റ്സ്. സോ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്താ, നമുക്ക് ഇതിനെ മിനിറ്റിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യാം. അവറിനെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 60 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ x/60 km/minute 11 മിനിറ്റ് കൊണ്ട് ട്രാവൽ ചെയ്യുന്നു. സോ ഡിസ്റ്റൻസ് കിട്ടി, ആദ്യത്തെ ഡിസ്റ്റൻസ് കിട്ടി. പ്ലസ് രണ്ടാമത് നോക്കിയേ, ദെൻ 2x ട്രാവൽ ചെയ്യുന്നു. എത്ര? 25 മിനിറ്റ്. സോ 2x km/h ആണ്. നമ്മളതിനെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഒരു 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എത്ര പോയി? 25 മിനിറ്റ് പോയി. അടുത്ത നോക്കിയേ, അടുത്തെന്താണ്? അടുത്തത് ഫൈനലി x km/h. x km/h ആണ്. സോ നമ്മൾ പെർ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, ബൈ 60 ഇടുന്നു. എത്രയാണ്? 14 മിനിറ്റ്. റിമൈനിങ് എത്രയാണ്? 14 മിനിറ്റല്ലേ ഉള്ളത്. ആദ്യം നോക്കിയേ, 11, 15. സോ എത്രയാണ്? ബാക്കി 14 മിനിറ്റല്ലേ ഉള്ളത്. 36ഉം 14ഉം നമുക്ക് എന്താ 50 മിനിറ്റല്ലേ വേണ്ടത്. സോ 50, ബാക്കി 14 മിനിറ്റ് കൊണ്ട് ട്രാവൽ ചെയ്യുന്നു. ഇത്രയും ട്രാവൽ ചെയ്താൽ ടോട്ടൽ ഡിസ്റ്റൻസ് ആയി. സോ നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ടോട്ടൽ ഡിസ്റ്റൻസ് ഇതാണ് കിട്ടുക. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 30 കിലോമീറ്റർ ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്. സോ 30 കിലോമീറ്റർ ആവും. നമ്മളിതൊക്കെ ഓരോ ഡിസ്റ്റൻസ് ആണ്. ഇതെന്താ? സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ ഡിസ്റ്റൻസ്, സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ ഡിസ്റ്റൻസ്, സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ ഡിസ്റ്റൻസ്. സോ ഡിസ്റ്റൻസ് ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു 30 കിട്ടി. അപ്പോൾ ഇവിടുന്ന് ഓരോ ഡിസ്റ്റൻസ് നമുക്ക് ഡിനോമിനേറ്റർ എല്ലാത്തിൻ്റെയും 60 ആണ്. സോ നമുക്ക് ന്യൂമറേറ്റർ ഡയറക്റ്റായി ആഡ് ചെയ്യാം. താഴെയുള്ള 60 നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകാം. സോ എന്ത് കിട്ടും? 11x ഇങ്ങനെയാണ് കിട്ടുക. 11x പ്ലസ് 50x പ്ലസ് 14x ഈക്വൽ ടു നമുക്ക് എന്താ? 30 ഇൻറ്റു ഡിനോമിനേറ്ററുള്ള 60 അപ്പുറത്തേക്ക് പോയി. സോ ഇങ്ങനെ കിട്ടി. സോ 75x അല്ലേ കിട്ടുക. 75x എന്ന് പറയുന്നത് 30 ഇൻറ്റു 60. ഓക്കെ, 30 ഇൻറ്റു 60 നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. 30 ഇൻറ്റു 60 ആണ് കിട്ടുക. 75x എന്ന് പറയുന്നത് 30 ഇൻറ്റു 60. സോ ഇത് കട്ട് ചെയ്ത് മാറ്റാം. 30 ഇൻറ്റു 60 ആണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എത്ര കൊണ്ട്? 3 കൊണ്ട് നോക്കാം. 3 കൊണ്ട് നോക്കിയാൽ 10, ഇവിടെ 25. എഗെയിൻ 5 കൊണ്ട് നോക്കാം. 5 കൊണ്ട് കട്ട് ചെയ്യാം. സോ 5, 2. എഗെയിൻ 5 കൊണ്ട് നോക്കാം. എന്ത് കിട്ടി? എന്താ? 12. സോ നമുക്ക് എക്സ് എന്ന് പറയുന്നത് 24 ആണെന്ന് കിട്ടി. ഓപ്ഷൻ എ ആണ്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സ് എന്ന് പറയുന്നത് 24 ആണ്. ഓക്കെ, സോ അതും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കി വെക്കുക കേട്ടോ. ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എഗെയിൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. വാക്കിംഗ് അറ്റ് 4/7 ഓഫ് ഹിസ് നോർമൽ സ്പീഡ്. സാധാരണ സ്പീഡിൻ്റെ 7/4 പാർട്ട് എന്നാണ് പറയുന്നത്. ഹിസ് ഹോം ലക്ഷ്യ ഈസ് 50 മിനിറ്റ് ലേറ്റ് ആണ്.
ദ യൂഷ്വൽ ടൈം ടേക്കൺ ബൈ ഹിം ടു കവർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹിസ് ഹോം ആൻഡ് ഓഫീസ് എത്രയാണ്? സോ അതാണ് ചോദിച്ചത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് സെയിം ഡിസ്റ്റൻസ് ആണ്. സോ നോർമൽ സ്പീഡിൻ്റെ ഇത്ര സ്പീഡാണ്. 7ൽ 4 പാർട്ട് സ്പീഡിൽ പോയി എന്നാണ് പറയുന്നത്. അപ്പം സാധാരണ എന്താണ് 7 ഉണ്ടായത്, ഇപ്പോൾ 4 എന്നല്ലേ പറയുന്നത്. സോ സെയിം ഡിസ്റ്റൻസ് ആണ്, അതായത് ഓഫീസിൽ നിന്ന് ഹോമിലേക്കുള്ള സെയിം ഡിസ്റ്റൻസ് ആണ് എപ്പോഴും. അപ്പോൾ നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത് നോക്കിയാൽ സാധാരണ 7 സ്പീഡുള്ളത് ഇപ്പോൾ 7ൽ 4 എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടൈം നേരെ തിരിച്ചെഴുതാം നമുക്ക്. എന്താ 4ഉം 7ഉം ഇങ്ങനെ എഴുതാം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്താണ്, ഇപ്പോൾ ടൈമാണ് എടുത്തത്. ടൈമിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 15 മിനിറ്റ് ആണ്. നോക്കിയേ, സാധാരണ സ്പീഡ് പോയാൽ 4 യൂണിറ്റിലെത്തും. ഇപ്പോൾ പോയാൽ എന്താ സ്പീഡ് കുറഞ്ഞിട്ട് പോയാൽ 7 യൂണിറ്റിലെത്തും. അപ്പോൾ ടൈമിൻ്റെ ഡിഫറൻസ് 3 മിനിറ്റാണ്. 3 മിനിറ്റാണ് ടൈമിൻ്റെ ഡിഫറൻസ്. അതായത് 3 യൂണിറ്റാണ് ടൈമിൻ്റെ ഡിഫറൻസ്. 3 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് ക്വസ്റ്റ്യനിൽ അതിൻ്റെ ആക്ച്വൽ വാല്യൂ തന്നു. എത്രയാണ്? 15 മിനിറ്റ്. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 5 മിനിറ്റ്. നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്? ദ യൂഷ്വൽ ടൈം ആണ് ചോദിച്ചത്. യൂഷ്വൽ ടൈം ഈ 4 യൂണിറ്റ് അല്ലേ? എത്രയാ? 1 യൂണിറ്റ് 5 മിനിറ്റ്, 4 യൂണിറ്റ് 20 മിനിറ്റ്. യൂഷ്വൽ ടൈം എന്ന് പറയുന്നത് 20 മിനിറ്റ്. ഓപ്ഷൻ എ 20 മിനിറ്റ് ആണ് കിട്ടുക. സോ അതും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 2 ബസ് സ്റ്റാർട്ട് അറ്റ് സെയിം ടൈം ഫ്രം 2 ടൗൺ ആണ്. 264 ഡിസ്റ്റൻസ്. സോ 2 ടൗൺ ആണ്, 2 ബസ് സ്റ്റാർട്ട് ചെയ്തു. 264 ഡിസ്റ്റൻസ് ആണ് ഉള്ളത്. ഈച്ച് അതർ, സോ ടുവേർഡ്സ് ഈച്ച് അതർ ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നത്. ദ ഫസ്റ്റ് ബസ് ട്രാവൽ എന്ന് പറയുന്നത് എത്രയാ? 22 km/h. രണ്ടാമത്തെ 26 km/h. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ടൈം വിൽ ദേ മീറ്റ്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. എത്ര സമയം കൊണ്ട് അവർ മീറ്റ് ചെയ്യും? നമ്മൾ പറഞ്ഞാൽ എന്താ മീറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി, രണ്ടിൻ്റെ ഇടയിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്. അതായത് ഇവിടെ നമ്മൾ മീറ്റിംഗ് ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. മീറ്റിംഗ് ടൈം. സോ എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ബസ് എ ആൻഡ് ബി എത്രയാണ്? 264 ഡിവൈഡ് ബൈ റിലേറ്റീവ് സ്പീഡാണ്. ഇവിടെ എന്താ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ നമ്മൾ സ്പീഡ് കൂടുന്നതല്ല. ഇങ്ങനെ പോകുമ്പോൾ എന്താ? ഇങ്ങനെ പോകുമ്പോൾ സ്പീഡ് കൂടും. എന്താ? സെയിം ഡയറക്ഷൻ ആകുമ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ നോക്കുന്ന 2 വണ്ടി, നമ്മൾ 2 ബൈക്കിന് ഇങ്ങനെ വരുന്ന 2 കാറിൽ നമ്മളിങ്ങനെ വരുന്നത് വിചാരിക്കാം. രണ്ടും ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ എന്താ? സ്പീഡ് കൂടുതലല്ലേ ഉള്ളത്. സോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ നമുക്ക് റിലേറ്റീവ് സ്പീഡ് പ്ലസ് ആണ്. സോ ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. സോ 22ഉം 26ഉം 48. ഇനി സെയിം ഡയറക്ഷൻ നമ്മൾ ഇങ്ങനെ പോകുന്നു വിചാരിക്കാം. സോ സ്പീഡ് കുറവല്ലേ. സോ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അവിടെ റിലേറ്റീവ് സ്പീഡ് മൈനസ് ചെയ്യണം, വലുതെന്ന് ചെറുത് കുറക്കണം. സോ ഇവിടെ എന്താ? നമുക്ക് 24 കൊണ്ട് കട്ട് ചെയ്യാം. സോ 2 ടൈംസ്, ഒരു പ്രാവശ്യം 11 പ്രാവശ്യം, 11/2 5.5 hours. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അണ്ടർ ഗ്രാജുവേറ്റിന് ഇപ്പോൾ കഴിഞ്ഞ 2026 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എക്സ്പെക്ട് ചെയ്യാം, എന്തായാലും പഠിച്ചു വെക്കണം. മീറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കുക, മീറ്റിംഗ് ടൈം കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെയാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എന്താ? എ ആൻഡ് ബി ഡിവൈഡ് ബൈ റിലേറ്റീവ് സ്പീഡ്. ഓക്കെ, ഇത് തന്നെയാണ് നമ്മൾ പോലീസിൻ്റെയും തീഫിൻ്റെയൊക്കെ കേസിലും ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. സോ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇനി ഒരുപാട് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ, ഏത് ക്വസ്റ്റ്യൻ ആണ് വേണ്ടത്, ഏത് ചാപ്റ്ററാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട്. അതിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട കാര്യങ്ങൾ പറയാം. ഇനി നമ്മൾ ഇതിൽ ട്രെയിനിൻ്റെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അതുപോലെ ബോട്ടിൻ്റെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതൊന്നും നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഇതെന്താ? ടൈം സ്പീഡിലെ ബേസിക്. ഇതെങ്കിലും നിങ്ങൾ നോക്കിയിട്ട് പോകണം കേട്ടോ. എന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും വരും. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ എ ആൻഡ് ബി സ്റ്റാർട്ടഡ് മൂവിങ് അറ്റ് എ സെയിം ടൈം ടുവേർഡ്സ് ഈച്ച് അതർ. അപ്പോൾ എയും ബിയും നോക്കിയേ, ഇവിടുന്ന് എ ഇവിടുന്ന് ബി രണ്ടുപേരും ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നു. ആഫ്റ്റർ മീറ്റിംഗ് ഓൺ ദ വേ, നോക്കിയേ, ആഫ്റ്റർ ഏതോ ഒരു പോയിന്റിൽ അവർ മീറ്റ് ചെയ്തു. എ ആൻഡ് ബി ടുക്ക്, എ എന്ന് പറയുന്ന എ ഇങ്ങനെ വന്നു. എത്ര സമയം എടുത്തു എന്ന് പറഞ്ഞാൽ ഇവിടത്തേക്ക് എത്താൻ, ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ 95.4 hours എടുത്തു. മറ്റത് P hours എടുത്തു. ഇവിടത്തേക്ക് എത്താൻ P hours എടുത്തു. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചാണ്. എന്താണ്? മീറ്റിംഗ് പോയിന്റിന് ശേഷം അവരുടെ ഡെസ്റ്റിനേഷനിൽ എത്തുന്ന ടൈം തന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താ? ഇഫ് ദ സ്പീഡ് ഓഫ് ബി എന്ന് പറയുന്നത് 50% മോർ ദാൻ ദാറ്റ് ഓഫ് എ ആണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പി? പിൻ്റെ വാല്യൂ ആണ് ഫൈനൽ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ മീറ്റിംഗ് പോയിന്റിന് ശേഷം അവർ ഡെസ്റ്റിനേഷനിൽ എത്താനുള്ള ടൈം തന്നാൽ നമുക്ക് ഇത് T1 ആണ്, ഇത് T2 ആണെന്ന് വിചാരിച്ചാൽ, ഇയാളുടെ സ്പീഡ് S1, ഇയാളുടെ സ്പീഡ് S2 ആണെന്ന് വിചാരിച്ചാൽ നമ്മൾ എങ്ങനെ എടുക്കും? S1/S2 എന്ന് പറയുന്നത് റൂട്ട് ഓഫ് T2 ഡിവൈഡ് ബൈ T1 ആണ്. ഓക്കെ, ഇതെന്തായാലും പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. S1/S2 രണ്ടുപേരുടെയും സ്പീഡ് തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിക്കുന്നത്. രണ്ടുപേരുടെയും സ്പീഡ് തമ്മിലുള്ള റേഷ്യോ ഇവിടെ നോക്കിയേ.
എന്താ പറയുന്നത് സ്പീഡിൻ്റെ റേഷ്യോ. ഇഫ് ദ സ്പീഡ് ഓഫ് ബി എന്ന് പറയുന്നത് 50% മോർ ദാൻ എ ആണ്. 50% എന്ന് വെച്ചാൽ അത് നിങ്ങൾ എഴുതാം 50% എന്താണ് 1/2. എയിനേക്കാളും നോക്കിയത് ഇഫ് ദ സ്പീഡ് ഓഫ് ബി എന്ന് പറയുന്നത് 50% മോർ ദാൻ എയിനേക്കാളും 50% കൂടുതലാണ്. ഇപ്പോൾ എയിൻ്റെത് ഈ 2 എയിൻ്റെ ആണെങ്കിൽ അതിനേക്കാളും 50% കൂടുതൽ എന്ന് വെച്ചാൽ ബീൻ്റെത് 3 ആയിരിക്കും. ഓക്കെ, സോ സ്പീഡിൻ്റെ S1/S2 എന്താണ് എയിൻ്റെ 2 ബീൻ്റെ 3 ഈക്വൽ ടു റൂട്ട് ഓഫ് T2 എത്രയാണ്? T2 എന്ന് പറയുന്നത് P ആണ്. T1 എന്ന് പറയുന്നത് 95.4 ആണ്. ഇത്രയേ ഉള്ളൂ. എന്താണ് അവിടുന്ന് P കണ്ടുപിടിച്ചാൽ പോരെ? 2 ഭാഗത്തും സ്ക്വയർ ചെയ്താൽ നമുക്ക് റൂട്ട് പോയി. സോ 4/9 എന്ന് പറയുന്നത് P/95.4 ആണ്. ഇവിടെ നമുക്ക് 9 കൊണ്ട് കട്ട് ചെയ്യാം. എന്ത് കിട്ടും? 9 ടൈംസ് 1 ടൈം പിന്നെന്താ 0 4 6 54 6. ഇനി എന്താണ് P കണ്ടുപിടിക്കാൻ? 10.6 ഇൻറ്റു 4. സോ 40ഉം 2.4 42.4. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ 42.4 ഓപ്ഷൻ സി ആണ്. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളത്. ഈ ക്വസ്റ്റ്യനെങ്കിലും നിങ്ങൾ നോക്കിയിട്ട് പോകട്ടോ. ഇനിയും ഒരുപാട് നോക്കാനുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയുക, നമുക്ക് എന്താ ഇതുപോലത്തെ ടോപ്പിക്ക് ഇനിയും എക്സാമിന് മുന്നേ നമുക്ക് എന്തായാലും ചെയ്യാം. ഇപ്പോൾ ടൈം സ്പീഡ് ഡിസ്റ്റൻസ് എല്ലാവർക്കും കുറച്ച് ടഫുള്ള ഏരിയ ആണ്. അതുകൊണ്ടാണ് ഇത് ആദ്യം ചെയ്തത്. നിങ്ങൾ പറയുക, ഇത് നോക്കിയിട്ട് പോകട്ടോ. ഇതിൻ്റെ ബാക്കി ട്രെയിനും എല്ലാം നോക്കണം. പക്ഷേ ഇത്രയും ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഓക്കെ, അപ്പോൾ ക്ലാസ് ഓക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് വേണ്ടത് അതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കായി അടുത്ത ക്ലാസ് കാണാം.